നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ചന്ദ്രാഖണ്ഡ എന്ന ഭാവത്തിലാണ് പൂജിക്കേണ്ടത്. ആ പൂജിക്കേണ്ട മന്ത്രം പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈരുത. പിണ്ടക പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈരുവ പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. ചന്ദ്രഖണ്ഡ എന്ന പേരിൽ പ്രസിദ്ധയായ ദേവി ഇന്ന് ശിരസിൽ നല്ല ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു ദിവ്യമായ ആഭരണം ധരിച്ചതുകൊണ്ടാണ് ദേവിയെ ചന്ദ്രഖണ്ഡ എന്ന് പറയാം. ദേവി അതായത് ശൈലപുത്രിയായിട്ട് ജനിച്ചു ഒന്നാമത്തെ ദിവസം, ബ്രഹ്മചാരിണിയായിട്ട് പഠിച്ചു രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം വിദ്യ കഴിഞ്ഞാൽ കുടുംബജീവിതമാണല്ലോ ജീവിതത്തിൽ, വിവാഹം, ഗൃഹസ്ഥാശ്രമം. അപ്പോൾ ആ വിവാഹത്തോടുകൂടിയാണ് സ്ത്രീകൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്നത്. ആ വിവാഹത്തിന് ധരിക്കേണ്ട ഒരു പ്രത്യേകമായ ആഭരണത്തിൻ്റെ പേരാണ് ചന്ദ്രഖണ്ഡ. ഒരു ദിവ്യമായ ആയുധമാണ്. ഈ ദിവസം ദേവി 10 കൈകളോടുകൂടിയാണ് പ്രശോഭിക്കുക. സിംഹമാണ് വാഹനം. നല്ല ഒരാൾ ഉപാസിക്കുമ്പോൾ അയാൾക്ക് വേണ്ട ശക്തിയും ശൗര്യവും പ്രദാനം ചെയ്യുകയാണ് ചന്ദ്രഖണ്ഡ എന്ന പ്രാർത്ഥനയുടെ ലക്ഷ്യം. ദേവിയുടെ വിവാഹമാണ്. സ്വയംവര വധുവായിട്ട് ശിവൻ ശ്മശാന വേഷത്തിലാണ് വരുന്നത്. വിവാഹ ദിവസം ആരും അങ്ങനെ ഒരു മോശം അലങ്കാരങ്ങളും ആഭരണങ്ങളും ഒന്നുമായിട്ട് വരില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് പരമേശ്വരൻ ആ വേഷത്തിൽ വന്നു? അത് പരമേശ്വരന്റെ ഒരു പരീക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ എനിക്ക് അനുഗുണയാണോ എന്ന് നോക്കാൻ. കാരണം മാതാച പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വര. ലോകത്തിൻ്റെ അമ്മ പാർവതിയും ലോകത്തിൻ്റെ പിതാവ് പരമേശ്വരനും എന്നാണ് ഭാരതീയ സങ്കല്പം. അപ്പൊ അവൾ അതിന് പറ്റിയവളാണോ? അതുകൊണ്ടാണ് ഈ മലിനമായ ശ്മശാന വേഷത്തിൽ വന്നാൽ ചിലപ്പോൾ ഉപേക്ഷിച്ചു പോകാം. കൂടെയുള്ള അകമ്പടിയുടെ കാളികൂളി ഭൂതപ്രേതാദികളുടെ ശബ്ദം കേട്ടാൽ ഭയന്ന് ഓടിപ്പോകാം. ഇതൊന്നും ചെയ്യാതെ ദേവി ആ സിംഹാരൂഢിയായിട്ട് അവിടെ വന്ന് ഇത്രയും ഭീകരമായ ഒരവസ്ഥയിൽ പോലും തൻ്റെ ഇടത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നവളായിരിക്കണം ഭാരതത്തിലെ സ്ത്രീകൾ. അത് വലിയൊരു പാഠമാണ് പുതിയ തലമുറക്ക്. ഈ കാലത്ത് വിവാദങ്ങളും പല കമ്മീഷൻ റിപ്പോർട്ടുകളും കലാകാരന്മാരുടെയൊക്കെ ലൈംഗികമായ കാര്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലൂടെയും കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ ഈ തലത്തിൽ എത്തിപ്പെടുന്നു എന്ന് ആലോചിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ കൂടി ഈ ചന്ദ്രഖണ്ഡ ഭാവം, ദേവി ഭാവം എന്ന് പറയാം. സിംഹാരൂഢിയായിട്ട് ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന ഒരു സ്ത്രീയെയും ആരാലും പീഡിപ്പിക്കപ്പെടില്ല. ഏത് പ്രതികൂലതയെയും അനുകൂലമാക്കാനുള്ള തൻ്റെ ഇടമുള്ളവളായിരിക്കണം ഓരോ സ്ത്രീയും എന്നാണ് ഈ മൂന്നാം ദിവസത്തെ പൂജയുടെ തത്വം എന്ന് പറയാം. പരമേശ്വരനോട് തൻ്റെ ഇടത്തോടുകൂടി പറയാണ്, വിവാഹ ദിവസം ഇങ്ങനെയല്ല, ലോകത്താരും ഇങ്ങനെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ശിവന്, ശിവശക്തി എന്ന് പറയുന്ന തരത്തിൽ ഇവൾ എനിക്ക് അനുകൂലമായി അനുഗുണയാണ്. സാഹചര്യങ്ങളെ സമർത്ഥമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. അപരർക്ക് അലോസരമുണ്ടാക്കുന്ന വ്യക്തിത്വമല്ല നമുക്കുണ്ടാവേണ്ടത്. എല്ലാവർക്കും സ്നേഹവും ആർജവും സ്വീകാര്യതയും കിട്ടുന്ന രീതിയിലാണ് പാർവതിയുടെ ആർജവമുള്ള ഭാഷണം. അതാണ് ശ്മശാനവാസിയായ ശിവൻ സുന്ദരേശനായിട്ട് മാറിയത്. ഒരു കുടുംബിനിക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ് എന്ന് ഈ ചന്ദ്രഖണ്ഡാഭാവത്തിലുള്ള പാർവതീ ദേവി പറഞ്ഞു തരുന്നു. നാരായണ ഗുരു പതിവ്രതാ സങ്കല്പത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എടുത്തുകൊണ്ടായിരിക്കണം. എന്താണ് പത്നീധർമ്മം, എന്താണ് ഗൃഹസ്ഥാശ്രമധർമ്മം, അതൊക്കെ ഈ പൂജയിലൂടെ വ്യക്തമാണ്. നമ്മുടെ വിവാഹ സംസ്കാരം തന്നെ നോക്കൂ.
താലികെട്ട്, പുടവ കൊടുക്കുന്നു, പാണിഗ്രഹണം നടത്തുന്നു, സീമന്തരേഖയിൽ സിന്ദൂരം വെക്കുന്നു, മോതിരം കൈമാറുന്നു. ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങാണ് വിവാഹം. അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിവാഹ സംസ്കാരം എന്ന് തന്നെ നമ്മൾ അതിന് പേര് കൊടുത്തിട്ടുണ്ട്. സ്ത്രീയുടെ വാക്ക്, ആ വാക്കാണ്, സ്ത്രീയാണ് വീടിൻ്റെ വാക്ക്, സ്ത്രീയാണ് വീടിൻ്റെ സർവാധികാരിയും. സത്യവാൻ സാവിത്രിയിൽ നിന്ന് സത്യവാന്റെ ആ ജീവൻ യമലോകത്ത് പോയിട്ട് ജീവൻ തിരിച്ചു കൊണ്ടുവന്ന സാവിത്രിമാരിവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിയാതി രാജാവിൻ്റെ മകളായ സുകന്യ അബദ്ധവശാൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശവന മഹർഷിയെ കൂട്ടുകാരോടൊപ്പം വെറുതെ വിനോദത്തിന് പോയപ്പോൾ പുറ്റിൻ്റെ മുകളിൽ നിന്ന് അഗ്നി പോലെ തിളങ്ങുന്ന എന്തോ കണ്ടൊരു മുള്ളെടുത്ത് കുത്തി 2 ദ്വാരത്തിലും. പുറത്തേക്ക് ഒഴുകി വന്നത് ചോരയാണെന്ന് കണ്ടോടി കൊട്ടാരത്തിലേക്ക് പോയി. ആ നിമിഷം തന്നെ രാജകൊട്ടാരത്തിലെയും രാജ്യത്തിലെയും സകല ശരിയാതി രാജാവിൻ്റെ സൈനികരുടെയും മലമൂത്രം നിലച്ചുപോയി, സ്തംഭിച്ചുപോയി. ദുരന്തമാണെന്ന് കണ്ടു. രാജാവിന് പറഞ്ഞു കൊടുത്തു, ചവന മഹർഷിയെ ആരോ അപകടപ്പെടുത്തിയിട്ടുണ്ട്. അറിഞ്ഞ മകൾ സുകന്യ പറഞ്ഞു, അച്ഛാ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, അറിയാതെ പറ്റിയതാണ്. എല്ലാവരും ചവനൻ്റെ അടുത്ത് വന്ന് സമസ്താപരാധം പറഞ്ഞപ്പോൾ വൃദ്ധനായ ഋഷി രാജാവിനോട് ചോദിച്ചു, അങ്ങയുടെ യൗവനയുക്തയായ ഈ മകളെ 18-20 വയസ്സേ ഉള്ളൂ, എനിക്ക് വിവാഹം ചെയ്തു തരണം. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവളാകട്ടെ എൻ്റെ രക്ഷക. അവൾ തയ്യാറായി. വൃദ്ധനായ ഋഷിയെ ആ നിമിഷം തന്നെ അവിടെ വെച്ച് വിവാഹം കഴിച്ച് ആ ആശ്രമത്തിൽ കഴിഞ്ഞ് വൃദ്ധനാണെങ്കിലും ഭർത്താവിനെ പത്നീധർമ്മത്തിൽ പതിവ്രതാഭാവത്തിൽ പരിപാലിച്ചു. ഒരു ദിവസം ദേവലോകത്തെ വൈദ്യന്മാരായ അശ്വിനി ദേവതകൾ അവിടെ വന്നു. അതിസുന്ദരന്മാരായ കാമരൂപന്മാരായ അവരോട് സുകന്യ അഭ്യർത്ഥിച്ചു, ഈ ഭർത്താവിന് ഋഷിക്ക് കാഴ്ചക്ക് വേണ്ട മരുന്ന് തരണം. ശരി, നാളെ ആ തടാകത്തിൽ വരൂ, തടാകക്കരയിൽ ഞങ്ങൾ മരുന്ന് തരാം. അങ്ങനെ വൃദ്ധനായ ചവനനെയും കൂട്ടി സുകന്യ തടാക തീരത്തെത്തി. അശ്വിനി മഹർഷികളും അവിടെ വന്നു. ഈ 3 പുരുഷന്മാരും നദിയിൽ മുങ്ങി നിവർന്നത് 3 ഉജ്ജ്വല സുന്ദരന്മാരായിട്ടാണ്. സുകന്യയോട് പറഞ്ഞു, ഇതിൽ നിന്റെ ഭർത്താവ് ഏതാണ് തിരഞ്ഞെടുത്തുകൊള്ളൂ. അവിടെയാണ് പ്രാർത്ഥനയുടെ, ഉപാസനയുടെ ഫലം. സുകന്യ തൻ്റെ പരദേവതയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദേവലോകത്തെ 2 വൈദ്യന്മാരായ ആ യുവാക്കൾ മേലോട്ട് ഉയർന്നു പോയി. അവർക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റിയില്ല. ഭൂമിയിൽ നിൽക്കുന്ന ചവനനെ വിവാഹം കഴിച്ചു. സുന്ദരനായി, അതായത് ചവനൻ്റെ വാർദ്ധക്യം മാറി അതിസുന്ദരനായി. ഇത് ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ ഇത്തരം അനവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നവരാത്രിയുടെ 3-ാമത്തെ ദിവസം ചന്ദ്രഖണ്ഡാഭാവത്തിലാണ് പൂജിക്കേണ്ടത്. ഇന്നറിയാൻ ന്യൂസ് കേരള വളരെ മനോഹരമായിട്ട് ഈ 10 ദിവസവും നവരാത്രിയുടെ മാഹാത്മ്യം പറയാനുള്ള ആ ചാനലിൻ്റെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായി. എല്ലാവരെയും ഈ മഹനീയമായ ആധ്യാത്മിക ഉദ്യമത്തിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത 4-ാമത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നാളെ ചിന്തിക്കാം. നമസ്തേ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.